ഇതാണ് കൊഹീമ മാർക്കറ്റ്. ഇപ്പോൾ ഇവിടെ രാത്രി എന്താ പറഞ്ഞാൽ 5 മണിക്ക് തുടങ്ങും, 5 മണിക്ക് ഇരുട്ടാവും. ഇപ്പോഴെല്ലാം സജീവമായിരിക്കുകയാണ്. എല്ലാ തരം ഫുഡ് ഐറ്റംസും ഇവിടെ കാണാം. വളരെ സജീവമാണ്, സ്ട്രീറ്റ് എല്ലാം സജീവമാണ്. പലതരം സ്വീറ്റ്സ് ഉണ്ട്, സ്മോക്കീസ് കുത്തിരി ഐറ്റംസ് ഉണ്ട്, സോസേജസ് ഉണ്ട്. ഇവിടെ സോസേജ് ഉണ്ടാക്കുന്നു, പോർക്കൊക്കെയാണ് കതിരിട്ടുള്ളത്. കബാബ് കാണാം. ജനങ്ങളിങ്ങനെ ഒഴുകാണ്. ഹോൺബിൽ ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർ ഒത്തിരി ഉണ്ട്. റോഡ് സൈഡിലുള്ളത് ഒന്നും പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ പൊടിപടലങ്ങൾ വരാൻ സാധ്യത കൂടുതൽ. അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. കടകൾ ഉള്ളപ്പോൾ തന്നെ സ്ട്രീറ്റിലും ഫുഡ് കൃത്യമായി അവൈലബിൾ ആണ്. क्या है? റൊട്ടി 150. ഇഡ്ഡലി ഉണ്ടാക്കുന്നതാ ചേച്ചി, ഇഡ്ഡലി ഉണ്ടാക്കുന്നു. ആണ്ടമ്മല്ല ഓരോന്നോരോന്നുണ്ടാ, ഇഡ്ഡലി ഓരോന്നോരോന്നുണ്ടാക്കുന്നത്. ഇഡ്ഡലി പൂരി വേണ്ട. ഇവിടെ ടെമ്പറേച്ചർ ഏകദേശം 10-15 ഡിഗ്രി സെൽഷ്യസ് ആണ്, അതുകൊണ്ട് എല്ലാവരും കോട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ സ്വെറ്ററൊക്കെ ധാരാളം വിൽക്കാനുണ്ട്. ഇതിങ്ങനെ ജനങ്ങൾ ഒഴുകാണ്. ഇങ്ങനെ ഇതാണ് സ്ട്രീറ്റ് ലൈഫ്. രാത്രി ഒന്നുകൂടി ഇറങ്ങണം. എൻ്റെ കൂടെ ഉള്ളത് ജെയിംസ് സാറാണ്, വയനാട്ടുകാരൻ. അദ്ദേഹത്തിന് ഭയങ്കര ഹരായി. നമ്മൾ ലൈൻ മാറിപ്പോയി. ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ടോ? അതെ, ആഘോഷം തന്നെ, മൊത്തം ആഘോഷമാണ് ഇവിടെ. ജനങ്ങളെല്ലാവരും ഇളകിയിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള ആ കാഴ്ചകളാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ. ഇതിനടുത്തത് അവിടെ സ്ട്രീറ്റിൽ എന്തോ പരിപാടി നടക്കാൻ പോവാണ്. ആൾക്കാർ ഇവിടെ ഒരു ഉത്സവ പ്രതീതിയാണ് മൊത്തത്തിൽ കാണുന്നത്. ഇടയ്ക്ക് ചെറിയ ചെറിയ കോമ്പറ്റീഷൻ ഉണ്ട്, ഫണ്ണി കോമ്പറ്റീഷൻസ് ഉണ്ട് ഇവിടെ. ബ്ലോ ദ കാൻഡിൽസ് ആൻഡ് വിൻ എ ഫ്രീ ഫ്രഷി ആൻഡ് മെനി മോർ. കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന സ്ട്രീറ്റാണ്. ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേ ഇവിടെ സൺഡേ ആയതുകൊണ്ട് എല്ലാം അടഞ്ഞടക്കായിരുന്നു. അപ്പോൾ കൊഹിമ സിറ്റിയുടെ ഒരു വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നാണ് ശരിക്കും കൊഹിമ സിറ്റി എന്താണെന്ന് മനസ്സിലാവുന്നത്. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്.
ഇവിടെതാ ഫ്രൈഡ് റൈസ്, ചിക്കൻ ചില്ലി, ഫ്രഞ്ച് ഫ്രൈസ്, ബാർബിക്യൂ, വൈൽഡ് ആപ്പിൾ ജ്യൂസ്, പലതരം ജ്യൂസുകളെല്ലാം ഉണ്ട്. 40 രൂപ തൊപ്പിക്ക് 300. യാ, വില കൂടുതലാണ്, വില അപേക്ഷിച്ച് വാങ്ങേണ്ടി ആ, വരും. അതെ 300 പറഞ്ഞാൽ നമ്മൾ 100 എങ്കിലും പറയല്ലോ.